ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലും ശ്യാമയും ശബ്ദം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്നതാണ്. പിന്നീട് അവർ ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുന്നു. അഖിലിനെയും ശ്യാമയും കണ്ടയുടൻ തന്നെ വസുന്ധരയും അമൃതയും കൂടി പുറത്തേക്ക് വരികയാണ്. അമ്മയെന്ന് ശ്യാമ വിളിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, മോള് എത്രയോ വട്ടം അമ്മയെന്ന് വിളിച്ചിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ മോള് അമ്മയെന്ന് വിളിക്കുമ്പോൾ അതിന് മധുരം കൂടിയതായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ്. മോൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് അമ്മയ്ക്കാണെന്ന് വസുന്ധര പറയുന്നു. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്നറിയാമോ? അതൊക്കെ ഞങ്ങൾക്കറിയാമേട്ടത്തിയെന്ന് അഖിൽ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, മോളെ അമൃതേ, ആരതി തട്ടെടുത്തിട്ട് വാ. ഏതോ ഒരു ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റതുപോലെയാ എനിക്ക് തോന്നുന്നത്. എന്നാലും ഇത്രയും വേഗത്തിൽ എങ്ങനെയാ ശബ്ദം തിരിച്ചു കിട്ടിയത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, കൃഷ്ണനാമ്മേ എനിക്ക് ശബ്ദം തിരികെ തന്നത്. അതേസമയം അമൃത ആരതി തട്ടവുമായിട്ട് പുറത്തേക്ക് വരികയും വസുന്ധര ശ്യാമയെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാം മോളോട് പറയാമെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഈ തള ഇനി സ്വത്തെല്ലാം ഇവളുടെ പേര് എഴുതി കൊടുക്കാൻ പോവുകയാണോ? ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു, എന്താണെങ്കിലും പ്രാർത്ഥനയ്ക്ക് സഫലമുണ്ടായല്ലോ, അത് തന്നെ നല്ല കാര്യമെന്ന് അമൃത പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് അഖിലും ശ്യാമയും ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തി, ഇത്രയും പെട്ടെന്ന് ശ്യാമയ്ക്ക് ശബ്ദം തിരികെ കിട്ടുമെന്ന് ഏട്ടത്തി വിചാരിച്ചില്ലല്ലേ എന്ന് അഖിൽ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഏട്ടത്തി, ഒരു കാര്യം ഓർത്താൽ നല്ലത്, എപ്പോഴും അവസാന വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും. എന്തൊക്കെയാടാ നീ പറയുന്നത് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ചിലരൊക്കെ കള്ളത്തരം ചെയ്താലും തെളിവുകൾ അവശേഷിക്കുമെന്ന് അവരോർക്കുന്നില്ല. ആ തെളിവ് വെച്ച് സകലതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അഖിൽ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ദേ അഖി, വായി തോന്നിയത് വിളിച്ചു പറയാൻ നിൽക്കരുത്. മിണ്ടിപ്പോകരുത്, നിങ്ങൾ എൻ്റെ ഏട്ടത്തിയായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇതിനൊക്കെ മറുപടി തന്നേനെ. തുടർന്ന് ഐശ്വര്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്യാമ പറയുകയാണ്, ഐശ്വര്യട്ടത്തി, ഇനിയും എന്നെ ദ്രോഹിക്കാൻ വന്നാലേ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അഖിലും ശ്യാമയും മുറിയിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് ശ്യാമ മുറിയിലേക്ക് ചെന്നിട്ട് കണ്ണനോട് പരിഭവം പറയുന്നതാണ്. നിന്റെ പേരുള്ള അതേ കുട്ടിയാണ് അഖിൽ സാറിന് ഉപദേശങ്ങളൊക്കെ നൽകിയത്. എന്നാലും ആ കുട്ടി ആരാ കണ്ണ? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? അഖിൽ സാറിൻ്റെ സങ്കല്പം മാത്രമാണ് കണ്ണൻ. എടോ, സങ്കല്പമൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. കണ്ണന് ഞാനിപ്പോൾ നല്ല കൂട്ടാ. ശ്യാമേച്ചി എന്ന് പറഞ്ഞാൽ കണ്ണന് നല്ല കാര്യമാ, പക്ഷേ തന്നെ കാണണമെന്ന് പറഞ്ഞാലോ അപ്പോൾ എവിടെയെങ്കിലും ഓടിപ്പോവുകയും ചെയ്യും. ആരാ കൃഷ്ണ അത്? വൈകാതെ തന്നെ എനിക്ക് ആ കുട്ടിയെ കാണണം, നീ കാണിച്ചു തരണമെന്ന് ശ്യാമ തൻ്റെ കണ്ണനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും വർമ്മയുമാണ്. വസുന്ധര പറയുകയാണ്, ഞാൻ അന്നേ പറഞ്ഞതില്ലേ ഭഗവാന്റെ ഓരോരോ പരീക്ഷണങ്ങളാണിതെന്ന്. അപ്പോൾ ആനന്ദേട്ടനല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ലെന്ന്? ഇപ്പോൾ എന്തായി? മനുഷ്യന്റെ കാര്യമല്ലേടോ, ഓരോന്നൊക്കെ പറഞ്ഞു നിൽക്കുമെന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇനി നമുക്ക് ശ്യാമയെ അടിമുടിയൊന്ന് മാറ്റിയെടുക്കണം. ശ്യാമയെ ട്രെൻഡിയാക്കി മാറ്റണം. ആഭരണങ്ങളും ചെരുപ്പും വേഷവും അങ്ങനെയൊക്കെ. അതൊക്കെ എന്തിനാണെന്ന് വർമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്നും മിണ്ടാതെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്നാ മതിയെന്നും വസുന്ധര പറയുന്നു. ശ്യാമയെ ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. ഓഫീസിന്റെ മേധാവിയാണെങ്കിലും അവളുടെ രീതിയെല്ലാം പഴയത് തന്നെയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധര ശ്യാമയുടെ അടുത്തേക്ക് വരുന്നതാണ്. മോളെ, ജീവിതത്തില് പേടിപ്പെടുത്തുന്ന ഒരു ഘട്ടം കഴിഞ്ഞതുപോലെ തോന്നുന്നു അല്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതെ അമ്മയെന്ന് ശ്യാമയും പറയുന്നു. മോൾക്കിനി ഒരു മാറ്റം വേണം, രൂപത്തിലും ഭാവത്തിലുമൊക്കെ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, മോളൊന്നും വിചാരിക്കരുത്, പല കാര്യത്തിലും മോളിപ്പോഴും പഴഞ്ചൻ രീതിയാണ്. നീ ഞങ്ങളുടെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ അത്രയ്ക്കും എടുപ്പും ഒക്കെ വേണമല്ലോ. മോളുടെ രൂപവും ഭാവവും എല്ലാം തന്നെ കാലത്തിനൊത്തതാകണം. ഇത് കേൾക്കുന്ന ശ്യാമ മനസ്സിൽ പറയുകയാണ്, ഈ സ്നേഹം കാണിച്ചതൊക്കെ എന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണോ? മോൾ എന്നെ സംശയിക്കുകയൊന്നും വേണ്ട, നമ്മൾ പോകാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും നല്ല ബ്യൂട്ടി പാർലറിൽ തന്നെയാ. എല്ലാം കഴിയുമ്പോൾ നിനക്ക് തന്നെ തോന്നും ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ ആകണമായിരുന്നെന്ന്. അമ്മേ, അതൊക്കെ വേണോ? എന്നെ എൻ്റെ രീതിക്ക് വിട്ടാ പോരെ? അതൊന്നും പറ്റില്ലെന്നും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്നും മോൾ എന്താണെങ്കിലും എൻ്റെ ഒപ്പം വന്നേ പറ്റൂവെന്നും വസുന്ധര പറയുന്നു. ഇതിലെല്ലാം അമ്മയുടെ ഇഷ്ടം പോലെയെന്ന് ശ്യാമ പറയുമ്പോൾ സന്തോഷത്തോടെ വസുന്ധര മുറിയിലേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധര പാർലറിലെ കുട്ടിയെ വിളിച്ച് എല്ലാം ശരിയാക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ട് മേഡത്തിൻ്റെ വീട്ടിലേക്ക് വരാമെന്നും അപ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുമെന്നും അവർ പറയുമ്പോൾ അതിനോട് യോജിക്കുകയാണ് വസുന്ധര. അങ്ങനെ ബ്യൂട്ടി പാർലറുകാർ വീട്ടിലേക്ക് വരുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മേ, ഇതൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കെന്തോ നാണക്കേട് പോലെയൊക്കെ തോന്നുന്നു. ഇത് കേൾക്കുന്ന ആ കുട്ടി പറയുകയാണ്, ഒരു പ്രാവശ്യം എല്ലാം ചെയ്തു കഴിയുമ്പോഴേ പിന്നെ ഇതൊന്നും ഉപയോഗിക്കാതെ പുറത്തിറങ്ങാതെ വരും. അങ്ങനെ ശ്യാമയെ ആ കുട്ടി ഒരുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്യാമയെ ഷർട്ടും കോട്ടുമൊക്കെ ഇട്ട് പ്രൊഫഷണൽ ഗെറ്റപ്പിൽ തന്നെ ഒരുക്കിക്കൊണ്ട് വസുന്ധര ഓഫീസിലേക്ക് പറഞ്ഞു വിടുകയാണ്.
എന്റെ ദൈവമേ, ഇനി അവിടെ ചെല്ലുമ്പോൾ അഖിൽ സാർ കാണുമല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ഐശ്വര്യ ശ്യാമയെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആദ്യമൊന്ന് അമ്പരന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവളെ എന്താണെങ്കിലും കളിയാക്കി വിടണം. അയ്യേ, ഇതെന്താണെന്ന് ചോദിച്ച് ശ്യാമയെ നോക്കിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഐശ്വര്യ. അടുത്ത് കോലം വെച്ചതുപോലെ ഉണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ വസുന്ധരയെ നോക്കുകയാണ്. ഐശ്വര്യ, അങ്ങനെയൊന്നും പറയാതെ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. കമ്പനി ഹെഡല്ലേ, കുറച്ച് മോഡേൺ ആയിട്ട് വേണം ഗെറ്റപ്പ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാണോ ഗെറ്റപ്പ്? അങ്ങനെയൊന്നും കളിയാക്കാതെ, മോള് നല്ല ഭംഗിയായി തന്നെ ഒരുങ്ങിയിരിക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ മോള് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടോളുമെന്ന് പറഞ്ഞ് വസുന്ധര മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് ഐശ്വര്യ ശ്യാമയോട് പറയുകയാണ്, ഇതൊന്നും നിനക്ക് ചേരില്ല, ഒരു കാശിനും കൊള്ളില്ല. ഇത് കേൾക്കുന്ന ശ്യാമ ചിരിച്ചുകൊണ്ട് ഐശ്വര്യയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.